നമസ്കാരം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് KDM എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. നേരത്തെ ഞാൻ ഈ സ്പീക്കർ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ളൊരു ഔട്ട്പുട്ടാണ് ഈ സ്പീക്കറിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സ്പീക്കർ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഈ സ്പീക്കർ ഒന്ന് അൺബോക്സ് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ലൊരു പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് പാക്കിങ് നമുക്ക് മാറ്റാം. അതിനുശേഷം ഇതുപോലെ ഒരു സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കർ നമ്മൾ പൊളിക്കണം. സ്റ്റിക്കർ പൊളിച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 2 കേബിളുകളുണ്ട്. അതിലൊരെണ്ണം നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിളാണ്. മറ്റേ നമുക്ക് മൊബൈലിൽ നിന്ന് ഈ കേബിൾ വഴി നമുക്ക് സ്പീക്കറിലോട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ നമുക്ക് ഈ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതിന് വലിയ യൂസ് ഇല്ല, കാരണം നമ്മൾ ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ടാണ് കൂടുതലും ഇത് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സൗകര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ കേബിൾ അധികം യൂസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എന്നാലും നല്ലൊരു കളറിലുള്ളൊരു കേബിളാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു കവറിലാണ് സ്പീക്കർ ആ ബോക്സിനുള്ളിലിരിക്കുന്നത്. നമുക്ക് കവറൊന്ന് മാറ്റി നോക്കാം. ഓപ്പൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്പീക്കർ. അതിനകത്ത് ഒരു ആൻറ്റിനയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റേഡിയോ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ആൻറ്റിന. ഇത് നമുക്ക് മുകളിലോട്ട് നീട്ടാവുന്നതാണ്. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ലുക്കാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ KDMൻ്റെ ഒരു ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മോഡൽ നമ്പർ ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് കൊണ്ടു നടക്കാവുന്ന ഒരു രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ സ്പീക്കറിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് 4 ബട്ടണുകൾ കൊടുത്തിട്ടുണ്ട്. അതൊരെണ്ണം മെനു ബട്ടനാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വോളിയത്തിൻ്റെ മൈനസ് ബട്ടണും അതിൻ്റെ ഇപ്പുറത്ത് പ്ലസ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ഒരു സ്വിച്ച് കൂടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് പാട്ടൊക്കെ ഓടിച്ചു വിടാനും ഒക്കെ ആയിട്ടുള്ള സ്വിച്ചാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്വിച്ച് കാണാം. അത് ടോഗിൾ ചെയ്യുന്നൊരു സ്വിച്ചാണ്. നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൺ ആക്കാവുന്ന ഒരു സ്വിച്ചാണ്. അത് ഓൺ ഓഫ് സ്വിച്ചാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വരുന്നത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു സോക്കറ്റാണ്. അതിൻ്റെ ചേർന്ന് വരുന്നത് നമുക്ക് മെമ്മറി കാർഡ് ഡയറക്റ്റ് ഇതിനകത്ത് ഇട്ട് പ്ലേ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് USB കണക്ട് ചെയ്ത് പെൻഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പാട്ടൊക്കെ കേൾക്കാവുന്നതാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വരുന്ന നേരത്തെ ഞാൻ പറഞ്ഞത് മൊബൈലിൽ നമുക്ക് ഓക്സ് കേബിൾ വഴി നേരെ ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് ബ്ലൂടൂത്ത് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് പാട്ടൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു നല്ലൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓണാക്കി നോക്കാം. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം. ഇതാണ് ഓൺ ഓഫ് സ്വിച്ച്. ഇത് ജസ്റ്റ് നമ്മളൊന്ന് ഓണാക്കുകയാണ്. Welcome to KDM Music World. Bluetooth device is ready to connect. ഇപ്പം നമ്മുടെ ഡിവൈസ് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂടൂത്ത് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ മൊബൈലിൽ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വോളിയം ഒന്ന് കൂട്ടി കാണിക്കാം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ മൊബൈൽ ഇവിടെ ഒരു പാത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് സുഖമായിട്ട് വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നമുക്ക് കേൾക്കാനും അതുപോലെ തന്നെ നമുക്ക് നല്ല സ്റ്റൈലായിട്ട് വെച്ച് കാണാനും ഒക്കെ സാധിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ സ്പീക്കറിന് കൊടുത്തിരിക്കുന്നത്. KDMൻ്റെ A10 1023 എന്ന മോഡൽ ബ്ലൂടൂത്ത് സ്പീക്കറിന് പരമാവധി 5 വാട്ട്സാണ് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. വയർലെസ് ട്രാൻസ്മിഷനായി ബ്ലൂടൂത്ത് വെർഷൻ 4.2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചാർജിങ്ങിനായി 5 വോൾട്ടിൻ്റെ DC ചാർജർ ഉപയോഗിക്കാൻ കഴിയുന്ന വിധം മൈക്രോ USB പോർട്ടും സജ്ജമാക്കിയിരിക്കുന്നു.
1200 mAh 3.7 വോൾട്ട് ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബാറ്ററി ഫുൾ ചാർജിലെത്താൻ പരമാവധി 2.5 മണിക്കൂർ ആവശ്യമാണ്. ഒറ്റ ഫുൾ ചാർജിങ്ങിൽ 4.5 മണിക്കൂർ വരെ തുടർച്ചയായി പ്ലേ ചെയ്യാൻ കഴിയുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ടെങ്കിലും തുടർച്ചയായി 10 മണിക്കൂർ വരെ ഉപയോഗിച്ചിട്ടും നല്ല ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. മൈക്രോ SD കാർഡും പെൻഡ്രൈവും ഡയറക്റ്റ് പ്ലഗ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും എന്നതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കൂടാതെ FM റേഡിയോയും ഇൻബിൽറ്റായി കൊടുത്തിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട സവിശേഷതയാണ്. കുറഞ്ഞ വിലയിൽ വളരെ മികച്ച ഔട്ട്പുട്ട് ലഭിക്കുന്ന ഈ ഒരു സ്പീക്കർ പാട്ട് കേൾക്കാനും സിനിമ കാണാനും കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിനുമൊക്കെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു മോഡലാണ്. എന്തിനും ഏതിനും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്ന കാലമായതിനാൽ ഇതിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് മാർക്കറ്റിൽ വളരെ വിലക്കുറവിൽ ലഭിക്കുന്നതാണ്. അത്തരം പ്രോഡക്റ്റുകൾ വാങ്ങി പണം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ സ്പീക്കർ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ വിലയിലേക്ക് വരാൻ നേരത്ത് ഏകദേശം 1549 രൂപയാണ് ഇതിന് വില വരുന്നത്. ചില ഓൺലൈൻ സൈറ്റുകളിലൊക്കെ തന്നെ ഏകദേശം 1349 രൂപയ്ക്ക് ഇത് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് ഡെലിവറി ചാർജും കൂടെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ചാർജ് വരുന്നത് ഡെലിവറി ചാർജ് ഉൾപ്പെടെ ഏകദേശം 1100 രൂപയാണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് അവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ലിങ്കിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ സംശയങ്ങൾ ചോദിക്കാം. ആവശ്യമെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.